അജിത്ത്. അവളുടെ ശബ്ദം നേർത്തുപോയി. അവൻ അസ്വസ്ഥതയോടെ തിരിഞ്ഞു കിടന്നു. മീര, എനിക്കൊന്ന് ഉറങ്ങണം. അവന്റെ ശബ്ദം മുറുകി. മീര അവനെ തൊടാൻ ഉയർത്തിയ കൈകൾ മെല്ലെ താഴ്ത്തി. അവളുടെ കൺകോണിലൂടെ ചുടുകണ്ണീർ ഒഴുകിയിറങ്ങി. അവളിലെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും വീണ്ടും അവളിൽ തളച്ചിട്ടു. അവളുടെ നേർത്ത തേങ്ങലുകൾ അജിത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയതും അവൻ ദേഷ്യത്തോടെ റൂം വലിച്ചുറന്ന് പുറത്തേക്ക് പോയി. അവളുടെ തേങ്ങലുടെ ശക്തി കൂടി. അജിത്ത് മക്കളുടെ മുറിയിൽ കിടന്നു. ആ രാത്രി അവൾ തനിച്ചായി. രാത്രിയിൽ സ്വന്തം തേങ്ങലുകൾ മാത്രം അവൾക്ക് കൂട്ടായി. സ്വന്തം ജീവിതവും സ്വപ്നവുമെല്ലാം ഉപേക്ഷിച്ച് 12 വർഷത്തെ വിവാഹ ജീവിതം. അതോർക്കും തോറും അവളിൽ ഒരുതരം വിങ്ങൽ അനുഭവപ്പെട്ടു. വിവാഹത്തിന്റെ പുതുമ നഷ്ടപ്പെട്ടു. 2-3 കുട്ടികളായി. ഭർത്താവിന് അവളിലുള്ള സ്നേഹം കുറഞ്ഞു വന്നു. അവളുടെ ശരീരം അവന് വേണ്ടാതായി. പിറ്റേ ദിവസം വീണ്ടും എല്ലാം പതിവ് പോലെയായി. രാവിലെ 6 മണിക്ക് അലാറം അടിച്ചതും മീര എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക്. മകളി രാവിലെ നേരത്തെ പോകും. അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അത് കഴിയുമ്പോഴേക്ക് അജിത്തിന് പോകാൻ സമയമാവും. അവനുള്ള ടേബിളിൽ വെച്ച് മീര വേഗം മുറ്റം അടിച്ചു വരാൻ ഇറങ്ങി. അതിനു മുന്നേ ഉറങ്ങിക്കിടക്കുന്ന മനുവിനെയും സച്ചുവിനെയും തട്ടി വിളിച്ചു. സച്ചുട്ടാ, എണീക്ക്, ഇന്ന് സ്കൂളുണ്ട്. മനു, എണീക്ക്. അവൾ വേഗം പുറത്തേക്ക് ഓടി. മുറ്റം 5 മിനിറ്റ് കൊണ്ട് അടിച്ചു വാരി. അതിനിടയ്ക്ക് മക്കൾ ചായ കുടിക്കാൻ വിളിച്ചു. അവർക്കുള്ള ചായയും എടുത്തു വെച്ചു കൊടുത്ത് ടിഫിൻ പാക്ക് ചെയ്തു. അവർ സ്കൂളിലേക്ക് പോയി. അജിത്ത് ഓഫീസിലേക്കും. മീര ഒന്ന് ശ്വാസം നേരെ എടുത്തു വിട്ടു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 10. 10 സ്കൂളിലേക്ക് പോകണം. അവൾ വേഗം അലക്കാനുള്ളതെടുത്ത് പുറത്തേക്ക് നടന്നു. ഈ വാഷിംഗ് മെഷീൻ കേടുവന്നിട്ട് എത്ര ദിവസമായി? ഒന്ന് നേരാക്കാൻ കൂടി സമയമില്ല ആർക്കും. ആരോടൊന്നില്ലാതെ പറഞ്ഞവൾ ജോലി തുടർന്നു. ഡ്രസ്സൊക്കെ ഉണക്കാനിട്ട് വേഗം ഡ്രസ്സ് മാറി സ്കൂട്ടിയുടെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണെങ്കിൽ വണ്ടിയിൽ എണ്ണയില്ലെന്ന് കണ്ടതും അവൾക്ക് ദേഷ്യവും സങ്കടവും ഇരച്ചു കയറി. വേഗം സ്കൂളിലേക്ക് നടന്നു. തിരിച്ചു വന്നപ്പോഴേക്കും മക്കൾ തിരിച്ചു വന്നിരുന്നു. അവർക്ക് വേണ്ടതൊക്കെ എടുത്തുകൊടുത്ത് അവർ കളിക്കാൻ പോയി. മീര ഒന്ന് ശ്വാസം ആഞ്ഞെടുത്തു. അന്ന് അജിത്ത് നേരത്തെ വന്നു. മീര അവനുള്ള ചായ ടേബിൾ വെച്ച് കൊടുത്ത് അവർ നിർവികാരതയോടെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി. അവനതറിഞ്ഞിട്ടും അവളെ നോക്കിയില്ല. അവന് ക്ലാസ് കഴിഞ്ഞ് വന്നു. അവൾ +2 ആണ് പഠിക്കുന്നത്. പതിവില്ലാതെ അവനു അകത്തേക്ക് കയറിയാണ് വിളിച്ചു പറഞ്ഞത്. മീര വെപ്രാളത്തോടെ കണ്ണു തുടച്ച് കളഞ്ഞു. അവന് മീരയെ സംശയത്തോടെ മുഖം ചുളിച്ച് നോക്കി. അമ്മ എന്തിനാ കരയുന്നേ? വൈകാതെ അവളുടെ ശബ്ദമെത്തി. ഏയ്, കണ്ണിൽ പൊടി പോയതാ, ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മീര വേഗം മുകളിലേക്ക് പോയി. എങ്ങനെയാ വന്നേ? അജിത്ത് ചോദിച്ചു. ബസ്സിന്, അല്ലാതെ എങ്ങനെയാ? അതും പറഞ്ഞ് മീരയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയാനും കുളിക്കാൻ കയറി. പക്ഷെ അവൾക്ക് മനസ്സിലായിരുന്നു അമ്മ കരയുകയാണെന്ന്. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അവൾക്കും അറിയാമായിരുന്നു. ഇത്രയും കാലം അവൾ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നില്ല. വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അനു പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് 2 പേർക്കും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ഡിവോഴ്സ് ആയാലെന്താ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് മീര അജിത്തും ഞെട്ടി. അനു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അജിത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമൊന്നുമില്ല. ഇന്നൊന്നിലെ കാണാൻ തുടങ്ങിയൊന്നല്ല ഞാൻ. അച്ഛനും അമ്മയും ഇഷ്ടമല്ല. വെറും വേലക്കാരി. മക്കളെ നോക്കാനും വെച്ച് വിളമ്പാനും ഒരാൾ. അതിലും ഭേദൊരു വേലക്കാരി വെക്കുന്ന. അച്ഛൻ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ മുന്നിൽ നിന്ന് അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയെ ഇപ്പം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് സഹിച്ച് ജീവിക്കാം. എനിക്കറിയാം അച്ഛൻ്റെ ഭാഗത്ത് മാത്രം ഒന്നുമല്ല, അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ടാവും. ദൈവം 2 പേർക്ക് നാവ് വന്നിട്ടുണ്ടല്ലോ. ഒന്ന് മനസ്സോറും സംസാരിച്ചാലെന്താ? അതിന് പറ്റില്ലല്ലോ. 2 പേർക്ക് ഈഗോ അല്ലേ? അവൾ പുച്ഛത്തോടെ പറഞ്ഞു. മനു സച്ചു എല്ലാവരെയും അന്തം വിട്ട് നോക്കി. അനു, മീരയുടെ ശബ്ദം കൂർത്തു. ദേ അമ്മേ, 30 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഇല്ലാതായൊന്നുമില്ല. അമ്മയ്ക്ക് ഇത്തിരി നാണമുണ്ടോ? ഒന്നില്ലെങ്കിലും സ്വന്തം ജീവിതമല്ലേ, ഒന്ന് ജീവിച്ചുകൂടെ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ സഹിച്ചും കരഞ്ഞു? ശരിയാ, അമ്മ പറയുന്ന പോലെ മക്കളുള്ളതുകൊണ്ട് അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലേ? ഒറ്റയ്ക്കൊരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാം. മക്കളെ ഓർത്ത് അമ്മ ഇത്രയും കാലം ഇവിടെ സഹിച്ചു നിന്നു. അത് അത്രയ്ക്ക് സന്തോഷം കൊണ്ടൊന്നല്ലല്ലോ. അമ്മയുടെ ജീവിതമാണ്, അമ്മയാണ് ജീവിക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി ആരും ജീവിക്കേണ്ട ആവശ്യമില്ല. പരസ്പരം സ്നേഹമില്ലാതെ ജീവിക്കുന്ന അത്രയ്ക്ക് രസമുള്ള കാര്യമൊന്നുമില്ല. 2 പേരോടും ഞാൻ ഒരു കാര്യം പറയാം. ഒന്നുകിൽ എല്ലാം പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ നാളെ തന്നെ ഡിവോഴ്സ് ആയിക്കണം. ഇങ്ങനെ കരഞ്ഞ് ജീവിക്കുന്നതല്ലേ നിങ്ങൾ പിരിയുന്ന. അച്ഛന് ശൂന്യതയല്ലേ ഇഷ്ടം. അച്ഛൻ അങ്ങനെ നടക്കട്ടെ. അമ്മ അതിന് തടസ്സമാവണ്ട. അമ്മയ്ക്ക് ശമ്പളം കൊണ്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നിങ്ങൾ പിരിഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ്, അച്ഛനും അമ്മയും. ഇനി നിങ്ങൾക്ക് വേറെ ജീവിതം വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ 2 പേരും തന്നെയാണ്, അച്ഛനും അമ്മയും. അച്ഛനൊരു നല്ല ഭർത്താവേ അല്ല, പക്ഷെ നല്ല അച്ഛനാണ്. അമ്മയ്ക്ക് അച്ഛൻ വേണ്ട പോലുള്ള ഭാര്യയാവാൻ പറ്റിക്കാണില്ല. ഒരു കാര്യം കൂടി, നാട്ടുകാരെന്ത് വിചാരിക്കുന്ന കരുതി ഇനി ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റില്ലെങ്കിൽ പിരിയണം. കുറച്ചൊക്കെ സെൽഫിഷ് ആവുന്നതിന് തെറ്റൊന്നുമില്ല. സ്വന്തമായിട്ട് തീരുമാനം ഉണ്ടാക്കണം. അമ്മയ്ക്ക് അതില്ല, അതിനുള്ള ധൈര്യവും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് 2 പേരൊന്ന് ആലോചിക്കുക. അതും പറഞ്ഞാനും കസേര വലിച്ച് എണീറ്റ് പോയി. മനുവിനും സച്ചുവിനും എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മീര അജിത്തിനെ നോക്കി. അവൻ ചോറിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവസാനം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മകൾ പറഞ്ഞു തരേണ്ട അവസ്ഥയായ അജിത്ത്. നമുക്ക് പിരിയാം. അതും പറഞ്ഞ് മീര അടുക്കളയിലേക്ക് പോയി. സച്ചു മീരയുടെ പുറകെ പോയി. മനു അവിടെ തന്നെ ഇരുന്നു.